ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാത്രിയിൽ പിന്നെയും നമുക്കൊരുമിച്ച് ഇങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ സർവകൃപാലുവായ കർത്താവ് നൽകിത്തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഗൂഗിൾ മീറ്റിലും സോഷ്യൽ മീഡിയയുടെ മറ്റ് പ്ലാറ്റ്ഫോമുകളിലും ആയി ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, അപ്പോൾ തന്നെ ഇതിൻ്റെ റെക്കോർഡഡ് വീഡിയോ യൂട്യൂബിൽ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഞങ്ങളുടെ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ പിന്നെയും ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എഫേസ് ലേഖനം 2-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാം അധ്യായത്തിൽ അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു വരുന്നത്, ദൈവവുമായിട്ടും ഇസ്രായേലരുമായിട്ടും ബന്ധമില്ലാതിരുന്ന വിജാതീയരെയും ദൈവം ക്രിസ്തുവിലൂടെ പരസ്പരം ഉള്ള ഒരു ബന്ധത്തിലേക്കും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്കും എപ്രകാരം കൊണ്ടുവന്നു എന്ന് ഉള്ളതാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യമായിരുന്നു നമ്മൾ ചിന്തിച്ചത്. അവിടെ നമ്മൾ വായിച്ചു, അവൻ മുഖാന്തരം, അതായത് ക്രിസ്തു മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട് എന്ന് നമ്മളവിടെ വായിച്ചു. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞതാണ്, അവൻ മുഖാന്തരം, ക്രിസ്തു മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. അവിടെ ആ ത്രിയേക ദൈവത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ആ ഭാഗങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ അതിൻ്റെ എഫേസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളാണ് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. ആ വാക്യങ്ങൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. എന്താണ്? ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഇതാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോൾ അവിടെ 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, ആകയാൽ. ആകയാൽ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. therefore, ആകയാൽ. അപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആകയാൽ അല്ലെങ്കിൽ therefore എന്ന് പറഞ്ഞൊരു പ്രസ്താവന തുടങ്ങുമ്പോൾ അവിടെ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വരും. വൈ, എന്തുകൊണ്ട്? അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതുവരെ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് 18-ാം വാക്യത്തിൽ നമ്മൾ പറഞ്ഞ കാര്യം, നമുക്ക് ഇരുപക്ഷക്കാർക്കും അവൻ മുഖാന്തരം ഏക ആത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുക. ആകയാൽ, അതുകൊണ്ട്, ആ ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനാൽ പിതാവിങ്കലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചത് കൊണ്ട്, ആ പ്രവേശനം നമുക്ക് ലഭിച്ചത് കൊണ്ട്, അതിൻ്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടുമ്പത്തെ പാർട്ട് പോയി കാണണം. അങ്ങനെ നമുക്ക് ആ പ്രവേശനം ലഭിച്ചത് കൊണ്ട് പറയുക, നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. അപ്പം 2 കാര്യങ്ങൾ അല്ല എന്നും 2 കാര്യങ്ങൾ ആണ് എന്നും അവിടെ പറയുകയാണ്. ഇനി അപ്പം എവിടം തൊട്ട് ക്രിസ്തു മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ പിതാവിങ്കലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ച ആ പോയിന്റ് മുതൽ ഇനി നിങ്ങൾ 2 കാര്യങ്ങളല്ല, നിങ്ങളുടെ പഴയ 2 പൊസിഷൻ ചേഞ്ച് ചെയ്തു. എന്തായിരുന്നു നിങ്ങളുടെ പഴയ 2 പൊസിഷൻ? അന്യന്മാരും പരദേശികളും. പക്ഷെ ഇനി നിങ്ങൾ അങ്ങനെ അല്ല, പുതിയൊരു പൊസിഷനിലേക്ക്, സ്ഥാനത്തിലേക്ക് നിങ്ങൾ വന്നു.
വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും. നോക്കൂ, പഴയ രണ്ടവസ്ഥകൾക്ക് മാറ്റം വന്നിട്ട് പുതിയ രണ്ടവസ്ഥകളിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നു. അതുകൊണ്ട് ഇനി നിങ്ങൾ എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഈ ലേഖനം അഡ്രസ്സ് ചെയ്യുന്നത്, അഭിസംബോധന ചെയ്യുന്നത് എഫെസോസിലുള്ള വിശ്വാസികളെയാ. അവർ വിജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് വന്നവരാ. നമ്മളെയൊക്കെ പോലെ. നമ്മളാരും യഹൂദന്മാരല്ലല്ലോ, ഇസ്രായേലരല്ലല്ലോ, അല്ല. നമ്മളൊക്കെ വിജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് വന്നത്. നമ്മളെപ്പോലെ വിജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് വന്ന ആ ദൈവമക്കളെ നോക്കിയിട്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഇനി ആരല്ല, അന്യന്മാരും പരദേശികളും അല്ല. അപ്പം ഇതുവരെ നിങ്ങൾ ആരായിരുന്നു? അന്യന്മാരും പരദേശികളും ആയിരുന്നു. നമ്മൾ അതിൻ്റെ 11-ാം വാക്യം തൊട്ട് പഠിച്ചപ്പോൾ നമ്മുടെ മുൻപത്തെ ആ അവസ്ഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അന്യന്മാരായിരുന്നു, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ അന്യന്മാരായിരുന്നു. അവിടെ അന്യന്മാർ എന്ന് പറഞ്ഞിരിക്കുന്ന ആ പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്ട്രേഞ്ചേഴ്സ് എന്ന, അപരിചിതർ, യാതൊരു പരിചയവുമില്ലാത്തവർ. എന്ന് വെച്ചാൽ ഒരു ബന്ധമില്ലെന്ന് മാത്രമല്ല, ഒരു പരിചയം പോലും ഇല്ല. എന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, എന്താണ്, പഴയൊരു ശൈലിയുണ്ട്, ആലുവ മണൽപ്പുറത്ത് വച്ച് കണ്ട പരിചയം പോലും ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു ശൈലിയുണ്ട്. എന്ന് പറയുന്നത് പോലെ ദൈവവുമായിട്ടും ഇസ്രായേൽ ജനതയുമായിട്ടും നമുക്ക് ഒരു പരിചയം പോലും ഇല്ലായിരുന്നു. വി വെർ സ്ട്രേഞ്ചേഴ്സ്, അപരിചിതരായിരുന്നു, ഒരു ബന്ധമില്ലായിരുന്നു. രണ്ടാമത് പരദേശികൾ എന്ന് വെച്ചാൽ ഫോറിനേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇസ്രായേൽ രാജ്യത്തോടും അതിൻ്റെ പൗരതയോടും നമുക്ക് ബന്ധമില്ലായിരുന്നു. അപ്പോൾ തന്നെ സ്വർഗരാജ്യത്തോടും അതിൻ്റെ പൗരതയോടും നമുക്ക് ബന്ധമില്ലായിരുന്നു. അപ്പം ഈ രണ്ട് രീതിയിലും നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു, ഫോറിനേഴ്സ് ആയിരുന്നു, അപരിചിതരായിരുന്നു, അന്യ രാജ്യക്കാർ, പരദേശികളായിരുന്നു. ഇവിടെ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് അന്യന്മാരും പരദേശികളും. ഇവർ സ്ട്രേഞ്ചേഴ്സ് ആൻഡ് ഫോറിനേഴ്സ് പ്രീവിയസ്ലി. കാരണം നമുക്ക് എന്തില്ലായിരുന്നു? പിതാവിൻ്റെ സന്നദ്ധിയിലേക്കും പ്രവേശനമില്ലായിരുന്നു, ഇസ്രായേലിൻ്റെ അടുത്തേക്കും പ്രവേശനമില്ലായിരുന്നു. എന്താ? ഇസ്രായേലരെയും നമ്മളെയും തമ്മിൽ വേർതിരിച്ചിരുന്ന ന്യായപ്രമാണത്തിൻ്റെ ഒരു വലിയ മതിലുണ്ടായിരുന്നു. ദൈവത്തെയും നമ്മളെയും തമ്മിൽ വേർതിരിച്ചിരുന്ന പാപത്തിൻ്റെ ഒരു വലിയൊരു വേർതിരിവുണ്ടായിരുന്നു. കർത്താവ് എന്താ ചെയ്തത്? ഈ മതിൽ, ഇസ്രായേലിനെയും നമ്മളെയും വേർതിരിച്ചിരുന്ന മതിൽ ഇടിച്ചു കളഞ്ഞു. ദൈവത്തെയും നമ്മളെയും തമ്മിൽ വേർതിരിച്ചിരുന്ന പാപത്തിൻ്റെ പ്രശ്നവും പരിഹരിച്ച് നമ്മെ മൂന്ന് കൂട്ടരെയും എന്താക്കി തീർത്ത്? ഒന്നാക്കി തീർത്ത് ഒരുമിച്ച് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ആ പഴയ പൊസിഷന്, സ്ഥാനത്തിന് എന്ത് വന്നു? മാറ്റം വന്നു. നമ്മൾ ഇനി ആരല്ല? അന്യന്മാരും പരദേശികളും അല്ല. പിന്നെ ആരാ? അവിടെ പറയുന്നു, രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. എന്താണ്? വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും ആണ്. എന്നിട്ട് പറയുക, നിങ്ങളെ ഒരടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുകയാണ്. അപ്പം 3 കാര്യങ്ങൾ ആ 2 വാക്യങ്ങളുമായിട്ട് പറഞ്ഞു. എന്തൊക്കെയാണ്? വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാണ്, ദൈവത്തിൻ്റെ ഭവനക്കാരാണ്, നിങ്ങളെ ഒരടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുകയാണ്. അപ്പം ആദ്യം പറഞ്ഞത് നമ്മളിനി വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാണ്, ഫെലോ സിറ്റിസൺസ് വിത്ത് ദ സെയിൻസ്. അപ്പം വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാണ് നമ്മൾ. ആരുടെ? വിശുദ്ധന്മാരുടെ. അപ്പം ഈ എല്ലാ വിശുദ്ധർക്കും കോമൺ ആയിട്ടുള്ള ഒരു പൗരത്വം ഉണ്ട്.
അതേത് പൗരത്വം എന്ന് ഞാൻ പറയാം. ആ പൗരത്വം നമുക്ക് എന്ത് ചെയ്തു? ലഭിച്ചു. ബൈ ബർത്ത്, ജന്മനാൽ നമ്മുടെ പൗരത്വം ഭാരതീയ പൗരത്വമാണ്, ഇന്ത്യൻ സിറ്റിസൺഷിപ്പാണ് നമുക്കുള്ളത്. മേ ബി എന്നെ കേൾക്കുന്ന ചില ആളുകളൊക്കെ ചിലപ്പോൾ ജോലിക്ക് വേണ്ടിയൊക്കെ മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ കാണും. അതാത് രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പം സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ചിലർക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് കാണും, ഇരട്ട പൗരത്വം കാണും. ചിലർ ഇന്ത്യൻ പൗരത്വം ക്യാൻസൽ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് അവിടുത്തെ പൗരത്വം സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് വിശ്വാസികൾക്ക്, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും കോമണായി ഈ ഭൂമിയിൽ നമുക്കൊരു പൗരത്വം ഇല്ല. കാരണം എൻ്റെ പൗരത്വം ഇന്ത്യൻ പൗരത്വമാണ്. നിങ്ങളുടെ പൗരത്വം ചിലപ്പോൾ ഇന്ത്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ ആയിരിക്കാം. അപ്പം ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് പൗരത്വം ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റില്ല. ഇനി വേറൊരു വിഷയം, വിശ്വാസികൾ ഇന്ത്യയിൽ മാത്രമല്ല ഉള്ളത്. നേപ്പാളിലെ വിശ്വാസികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൗരത്വം നേപ്പാളിലാണ്. ആഫ്രിക്കയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കെനിയയിൽ ഞാൻ പോയിട്ടുണ്ട്. കെനിയയിലുള്ളവരുടെ പൗരത്വം അവിടെ കെനിയയിലാണ്. അപ്പം ഇങ്ങനെ ഓരോ രാജ്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെയുള്ള വിശ്വാസികളുടെ എല്ലാം ഭൗതികമായിട്ടുള്ള ബൈ ബർത്ത്, ജന്മനാലുള്ള അവരുടെ പൗരത്വം എന്ന് പറയുന്നത് അതാത് രാജ്യങ്ങളിലാണ്. അപ്പം ഈ ഭൂമിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കോമൺ ആയിട്ടുള്ളൊരു പൗരത്വം നമുക്ക് ഇല്ല. എന്നുവെച്ചാൽ വി ആർ ഡിഫറെൻറ്റ് സിറ്റിസൺഷിപ്പ്. നമുക്കുള്ളത് വ്യത്യസ്ത പൗരത്വങ്ങളാണ്. പക്ഷെ ഇവിടെ പറഞ്ഞത് നിങ്ങൾ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരെന്നാണ് പറഞ്ഞത്. അതായത് എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരേ സിറ്റിസൺഷിപ്പാണുള്ളത്. എല്ലാവർക്കും പൊതുവിൽ ഒരേ സിറ്റിസൺഷിപ്പ്, ഒരേ പൗരത്വം, അതവിടെ പറഞ്ഞത്. അതേതാ പൗരത്വം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വളരെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അപ്പം നമ്മുടെ എന്ന് പറയുമ്പോൾ അവിടെ വിശ്വാസികൾ, ദൈവസഭയിലെ അംഗങ്ങൾ, വിശ്വാസികൾ, അവർ ബൈ ബർത്ത്, ജന്മനാൽ അല്ലെങ്കിൽ ഭൗതികമായി അവരുടെ പൗരത്വം വ്യത്യസ്ത രാജ്യങ്ങളിലെ വ്യത്യസ്ത പൗരത്വമായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പൊതു പൗരത്വമുണ്ട്. വി ഹാവ് എ കോമൺ സിറ്റിസൺഷിപ്പ്. എവിടത്തെയാണ് ആ പൗരത്വം? അതാണ് നമ്മൾ വായിച്ചത്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഹല്ലേലൂയ. അപ്പം അങ്ങനെയാണ് നമ്മൾ എന്തായത്? വിശുദ്ധന്മാരുടെ സഹപൗരന്മാരായത്. കാരണം വിശുദ്ധീകരിക്കപ്പെട്ട, യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട എല്ലാ ദൈവമക്കളെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാനായിട്ട് കഴിയുന്നത് അവർ പെർമനൻറ്റ് സിറ്റിസൺഷിപ്പ് ഈസ് ഇൻ ഹെവൻ. ഞങ്ങളുടെ സ്ഥിരമായ പൗരത്വം അത് സ്വർഗത്തിലാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ബൈ ബർത്ത് ഞാൻ ഒരു ഇന്ത്യൻ പൗരനാണ്. പക്ഷേ എൻ്റെ മരണത്തോടുകൂടെ ആ പൗരത്വം അവസാനിക്കുകയാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഐ ആം നോ മോർ എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ദാറ്റ് ഈസ് ടെമ്പററി. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇന്ത്യൻ പൗരൻ എന്നുള്ള പ്രയോഗത്തിന് അർത്ഥമില്ല. അപ്പോൾ ജന്മനാൽ എനിക്ക് കിട്ടിയ ഈ ഭൗതിക പൗരത്വമെന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടെമ്പററി, അത് താൽക്കാലികമാണ്. പക്ഷേ ഞാൻ യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുമ്പോൾ
എനിക്ക് മറ്റൊരു പൗരത്വം ലഭിക്കുന്നു. അത് ടെമ്പററി അല്ല, അത് താൽക്കാലികമല്ലാതെ ദറ്റ് ഈസ് എ പെർമനൻ്റ് വൺ, എവർ ലാസ്റ്റിംഗ് വൺ, നിത്യമായിട്ടുള്ള ഒരു പൗരത്വമാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ജന്മനാൽ എനിക്ക് ഭൂമിയിൽ ഒരു രാജ്യത്തിൽ കിട്ടിയിരിക്കുന്ന പൗരത്വം എൻ്റെ മരണത്തോടുകൂടെ അതിൻ്റെ മീനിങ് അവസാനിക്കുകയാണ്. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ പുതിയ പൗരത്വം അത് ഇറ്റേണല, നിത്യമാത്. എവിടുത്തെ പൗരത്വം? സ്വർഗത്തിലെ പൗരത്വം. എന്ന് വെച്ചാൽ ഇന്ന് എനിക്കുള്ളത് ഒരു താൽക്കാലിക പൗരത്വമാണ്. അത് എൻ്റെ റിയൽ സിറ്റിസൺഷിപ്പാണെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ പൗരത്വം നഷ്ടപ്പെടും. പക്ഷെ ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു പൗരത്വം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അത് സ്വർഗത്തിലെ പൗരത്വമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വിശുദ്ധന്മാരുടെ സഹപൗരന്മാർ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നാം സ്വർഗത്തിൻ്റെ പൗരന്മാരാണ്. അതായത് ദൈവരാജ്യത്തിലെ പൗരന്മാരാണ് ഞാനും നിങ്ങളും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ദൈവരാജ്യത്തിലെ പൗരന്മാരാണ് നമ്മൾ. അപ്പം ഈ ദൈവരാജ്യത്തിലെ പൗരന്മാരായി തീർന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അവനാൽ ക്രിസ്തുവിനാൽ നമുക്കെല്ലാവർക്കും പിതാവിങ്കലേക്ക്, ദൈവത്തിങ്കലേക്ക് പ്രവേശനം ലഭിച്ചപ്പോൾ നാം ആ രാജ്യത്തിൻ്റെ സിറ്റിസൺസായിട്ട്, പൗരന്മാരായിട്ട് നമ്മൾ മാറി. ഇപ്പം ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരേരട്ട പൗരത്വമുണ്ട്, ഡ്യുവൽ സിറ്റിസൺഷിപ്പ് എനിക്കുണ്ട്. എവിടത്തെയാണ്? ബൈ ബർത്ത്, ജന്മനാൽ ഭൗതികമായി ഞാൻ ഇന്ത്യൻ സിറ്റിസണാണ്. പക്ഷെ അത് നിത്യമല്ല. എന്നാൽ ബൈ റീബർത്ത്, വീണ്ടും ജനനത്താൽ ഞാൻ സ്വർഗീയ പൗരനാണ്, സ്വർഗരാജ്യത്തിലെ ദൈവരാജ്യത്തിലെ പൗരനാണ്. ദാറ്റ് ഈസ് ഇറ്റേണൽ, അത് നിത്യമായിട്ടുള്ളതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം മുമ്പേ നിങ്ങൾ ഫോറിനേഴ്സായിരുന്നു, സ്ട്രേഞ്ചേഴ്സായിരുന്നു, അന്യന്മാരും പരദേശികളുമായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾ സഹപൗരന്മാരായി, നിങ്ങൾക്ക് പൗരത്വം കിട്ടി, ദൈവരാജ്യത്തിലെ പൗരത്വം കിട്ടി. ഓക്കെ, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് വായിക്കണം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 24 വരെയുള്ള 6 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവിടെ നമ്മൾ കാണുന്ന എന്താണ്? സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, പഴയ ഉടമ്പടി അനുസരിച്ച്, പഴയ കവനൻ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ പഴയ നിയമം അനുസരിച്ച് ഇസ്രായേൽ മക്കൾ വന്നത് ഈ 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ സംഭവങ്ങളുടെയൊക്കെ അടുത്തേക്കാണ് അവർ വന്നത്. പക്ഷെ പുതിയ ഉടമ്പടി അനുസരിച്ച്, പുതിയ കവനൻ്റ് അനുസരിച്ച് നമ്മൾ വന്നത് ഇതിൻ്റെ ഒന്നും അടുത്തേക്കല്ലെന്നാണ് പറഞ്ഞത്. ഏതിൻ്റെയൊക്കെ? സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതം. എന്താ സ്ഥൂലമായതെന്ന് പറഞ്ഞാൽ? എന്ന് വെച്ചാൽ അത്യാവശ്യം വലിപ്പമുള്ള പർവ്വതത്തിൻ്റെ അടുത്തേക്കോ, മേഘതമസ്, മേഘം കൊണ്ടുള്ളൊരു നിഴൽ, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം, ഇതിൻ്റെ ഒന്നും അടുത്തേക്കല്ല. അല്ലേ, ഒന്ന് ഓർത്ത് നോക്കിക്കേ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പം, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പം ഇതിലേതെങ്കിലും ഉണ്ടായിരുന്നോ? വല്ല പർവ്വതത്തിൻ്റെയും മുമ്പിൽ ചെല്ലെന്ന് പറഞ്ഞോ രക്ഷിക്കപ്പെടാനായിട്ട്? ഇല്ലല്ലോ, ഇല്ല. വല്ല മേഘത്തിൻ്റെ വലിയ പ്രത്യേക ഒരു എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല.
നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ അവിടെ മൊത്തം ഭയങ്കര ഇരുട്ടായോ? ഇല്ലല്ലോ. കൊടുങ്കാറ്റടിച്ചോ? ഇല്ല. കാഹളനാദം ഉണ്ടായോ? ഇല്ല. ഭയങ്കര ശബ്ദം വല്ലതും ഉണ്ടായോ? ഇല്ല. ഇതൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഇതിൻ്റെ ഒന്നും അടുത്തേക്കല്ല നമ്മൾ വന്നത്. നമ്മൾ മനസ്സിലാക്കണം. അതവിടെ കൃത്യമായിട്ട് പറഞ്ഞത്, ഇതിൻ്റെ അടുക്കലേക്കല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. എന്നിട്ട് 19, 20, 21 വാക്യങ്ങളിൽ പറയുക, അതിൻ്റെ പ്രത്യേകത പറയുക. എന്താ പ്രത്യേകത? ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും ഞങ്ങളോട് പറയരുത് എന്നപേക്ഷിച്ചു. എന്നാ കാരണം? അമ്മാതിരി പേടിപ്പിക്കുന്ന ശബ്ദമായിരുന്നു അത്. അല്ല, നമ്മളൊക്കെ ശരിയായിട്ട് രക്ഷിക്കപ്പെട്ടവരൊക്കെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന, കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഈ പഴയ നിയമകാലത്ത് ഇത് കണ്ടവർ പറഞ്ഞു, ഇനി ഒന്നും ദൈവമേ നീ ഞങ്ങളോട് മിണ്ടരുതെന്ന് പറഞ്ഞു. കാരണം ഈ ശബ്ദം ഞങ്ങൾക്ക് ശ്രവിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ പേടിച്ചു പോകുന്നു. എന്നിട്ട് 20-ാം വാക്യത്തിൽ പറയുക, ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. മൃഗമെങ്കിലും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കാര്യം പിന്നെ യാതൊരു എക്സ്ക്യൂസും ഇല്ലെന്നുള്ളതാണ്. ആരെങ്കിലും ആ പർവ്വതത്തിൽ തൊട്ടാൽ അവൻ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള നിയമം. എന്നിട്ട് 21-ാം വാക്യത്തിൽ പറയുക, ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നുവെന്ന് മോശയും പറയത്തക്കവണ്ണം. ആ കാഴ്ച ഭയങ്കരമായിരുന്നു. അപ്പം മോശ പോലും ഇത് കണ്ടിട്ട് എന്ത് ചെയ്തു? പേടിച്ചു പോയി. ആ പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായിട്ടുള്ള മോശ പോലും ഈ കാഴ്ച കണ്ടിട്ട് എന്ത് ചെയ്തു? പേടിച്ചു പോയി. അപ്പം അങ്ങനെ പേടിപ്പിക്കുന്ന ഒരു പരിപാടിയുടെ അടുത്തേക്കല്ല ദൈവമക്കളെ നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് പലപ്പോഴും ഞാൻ വളരെ ദുഃഖത്തോടെ പറയട്ടെ, പലരും നമ്മളെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കാനാണ് നോക്കുന്നത് ഇന്ന്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ കേരളത്തിൻ്റെ ഈ തെക്കേ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, തെക്കേ അറ്റത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, അവിടുത്തെ സഭകളിലൊക്കെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ, അവിടുത്തെ പാസ്റ്റർമാർ 90% ചെയ്യുന്നത് വിശ്വാസികളെ പേടിപ്പിക്കുക ചെയ്യുന്നത്. സഭായോഗത്തിന് വന്നില്ലെങ്കിൽ ദൈവം നിന്നെ പിശാചിൻ്റെ കയ്യിലേൽപ്പിക്കും, പിശാച് നിന്നെ അത് ചെയ്യും, പിശാച് നിന്നെ ഇത് ചെയ്യും, പിശാച് നിന്നെ അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക ചെയ്യുന്നത്. അതല്ല പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ. പുതിയ നിയമത്തിലെ ഈ ബന്ധം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഭയത്തിലല്ല, സ്നേഹത്തിലാണ്. ഭയത്തിലല്ല, സ്നേഹത്തിലാണ്. ഓക്കെ, അത് നമ്മൾ പുറകെ എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിക്കും നമ്മൾ. അപ്പം ഇവിടെ ഈ പഴയ നിയമത്തിൽ ഭയപ്പെടുത്തുന്ന ഈ കാര്യങ്ങളുടെ അടുത്തേക്കായി ജനം വന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞു, നമ്മൾ അതിൻ്റെ അങ്ങനെ ഒരു സംഭവത്തിൻ്റെ അടുത്തേക്കല്ല നമ്മൾ വന്നത്. 22-ാം വാക്യം പറയുക, പിന്നെ എവിടേക്കാണ് വന്നത്? പിന്നെയോ സിയോൻ പർവ്വതത്തിന്, ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും, അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും, എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും, പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും, ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം നോക്കിക്കേ, സ്വർഗത്തിലെ പല കാര്യങ്ങളോട് പറയുക. സിയോൻ പർവ്വതത്തിന്, ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിന്, അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിന്. ദൂതന്മാരുടെ അടുത്തേക്കൊക്കെ ഇനി പറയുക, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയിലേക്ക്. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ. എന്താ ആദ്യജാതന്മാരുടെ സഭ എന്ന് പറഞ്ഞാൽ? ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ഒരാളെ ഉണ്ടാകാൻ പാടുള്ളൂ. ആദ്യം ജനിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ഒരാളെ ഉണ്ടാകാൻ പാടുള്ളൂ. ഇവിടെ പറഞ്ഞ ആദ്യജാതന്മാർ എന്ന അല്ലേ? നമ്മുടെയൊക്കെ വീട്ടിൽ ആദ്യജാതനായിട്ട് ഒരാളെ ഉണ്ടാവുള്ളൂ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അത് കഴിഞ്ഞിട്ട് ജനിച്ചവരാ. പക്ഷെ ഇവിടെ ആദ്യജാതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആദ്യം ജനിച്ചവനെന്ന അർത്ഥത്തിലല്ല, ഭരണാധികാരികളെന്ന അർത്ഥത്തിലാണ്. ഭരണാധികാരികൾ
അവരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. സോ നിങ്ങളെ കൊണ്ടുവന്നത് ഇവരുടെ അടുക്കലേക്കാണ്. നിങ്ങൾ ഇവരുടെ സഹപൗരന്മാരാണ്. ഈ രാജ്യത്തിലാണ് നിങ്ങൾക്ക് പൗരത്വം ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഈ രാജ്യത്തിലാണ് നമുക്ക് എന്ത് ലഭിച്ചിരിക്കുന്നത്? പൗരത്വം ലഭിച്ചിരിക്കുന്നത്. ഇനി എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. യു ആർ ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ഭവനക്കാര് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗങ്ങൾ. ദൈവഭവനത്തിലെ അംഗങ്ങൾ. അപ്പം നമ്മളത് ഡെവലപ്പ് ചെയ്ത് വരുന്ന കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ആദ്യം പറഞ്ഞു നിങ്ങൾ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു രാജ്യത്തിലെ പൗരത്വം കിട്ടി. ഒരു രാജ്യത്തിലെ പൗരത്വം. ഏത് രാജ്യത്തിലെ? ദൈവരാജ്യത്തിലെ പൗരത്വം നിങ്ങൾക്ക്, സ്വർഗരാജ്യത്തിലെ പൗരത്വം നിങ്ങൾക്ക് കിട്ടി. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് പറയുക, നിങ്ങളൊരു വലിയ രാജ്യത്തിലേക്ക് മാത്രമല്ല ഇൻക്ലൂഡഡ് ആയത്, ഒരു വീട്ടുകാരായിട്ട് മാറി, ഒരു കുടുംബക്കാരായിട്ട് മാറി. നോക്കിക്കേ, ഒരു രാജ്യത്തിലെ പൗരത്വം എന്നുള്ളതിനേക്കാളും ഇറ്റ് ഈസ് എ ഫാമിലി മെമ്പർഷിപ്പായിട്ട് മാറിയത്. അതൊരു കുടുംബത്തിലെ അംഗത്വമായിട്ടൂടെ മാറുകയാണ്. അതാണ് ദൈവത്തിൻ്റെ ഭവനക്കാർ എന്ന് പറയുമ്പോൾ. ദൈവത്തിൻ്റെ വീട്ടിലെ അംഗങ്ങൾ, ദൈവിക ഭവനത്തിലെ അംഗങ്ങളായിട്ട് നിങ്ങൾ മാറി. സോ ഇറ്റ് ഈസ്, അതൊരു ഭവനം, ഒരു കുടുംബമായിട്ട് മാറുക ചെയ്യുന്നത് അല്ലേ. ഇപ്പം ഇന്ത്യൻ പൗരന്മാരെന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവർക്കും ആ ഒരു പൗരത്വത്തിൻ്റെ ബന്ധമുണ്ട്. ഒരു ദേശീയത എന്നൊക്കെ പറയുന്ന, നാഷണാലിറ്റി, ദേശീയത എന്നൊക്കെ പറയുന്ന ഒരു ബന്ധം നമുക്കുണ്ട്. പക്ഷേ നമുക്ക് ഫാമിലി പരമായിട്ട് എന്തില്ല, റിലേഷൻഷിപ്പില്ല. കാരണം എൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ ആരും അല്ല നിങ്ങളാരും. ഓക്കെ, അപ്പോൾ ഫാമിലി, കുടുംബപരമായിട്ട് നമുക്ക് എന്തില്ല, ബന്ധമില്ല. അപ്പോൾ ഈ ദേശീയതയും കുടുംബ ബന്ധവും രണ്ടും രണ്ടാണ്. പൗരത്വവും കുടുംബത്തിലെ ബന്ധവും രണ്ടും രണ്ടാണ്. അപ്പം ദൈവം എന്തോ ചെയ്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഫോറിനേഴ്സായിരുന്നു, പരദേശികളായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ആ സ്വർഗീയ പൗരത്വത്തിലേക്ക്, ആ രാജ്യത്തിലെ പൗരത്വം നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ സ്ട്രേഞ്ചേഴ്സായിരുന്നു, അപരിചിതരായിരുന്നു, അന്യന്മാരായിരുന്നു. ഇപ്പം നിങ്ങളെ ആ ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാക്കി മാറ്റി. നോക്കിക്കേ, ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാക്കി മാറ്റി. ഇതാണ് നമ്മുടെ പുതിയ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഈ എഫേസ്യ ലേഖനത്തിൻ്റെ ഏറ്റവും കീ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഈ പുതിയ സ്റ്റാറ്റസ്, ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ടുണ്ടാകാനില്ല. ഈ ഒരു പുതിയ സ്റ്റാറ്റസ് നമുക്ക് ലഭിച്ചു എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇനി എഫേസ്യ ലേഖനത്തിൻ്റെ തന്നെ 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നൊരു വാക്യമുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, 14-ഉം 15-ഉം, മലയാളത്തിൽ 14-ഉം 15-ഉമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അത് നിമിത്തം. ഏത് നിമിത്തം നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ പറയും, 3-ാം അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയും. ഇപ്പോൾ ഈ വാക്യത്തോട് ചേർന്ന് ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുകയാണ്. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഈ വാക്യം മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനൊരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം വരേണ്ടത് കംപ്ലീറ്റ് ഫാമിലി എന്ന്, അതായത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം ഉൾക്കൊള്ളുന്ന ആ ഒരു കംപ്ലീറ്റ് ഫാമിലി. ആ ഫാമിലിക്ക്, ആ കുടുംബത്തിന്
പേര് വരാൻ കാരണമായ പിതാവ്. അല്ലാതെ ഭൂമിയിലെ കുടുംബങ്ങൾക്ക് പേര് വരുന്ന കാര്യമല്ല. നമുക്കൊക്കെ ഓരോ കുടുംബ പേരുണ്ട്. ആ പേരൊന്നും പിതാവായ ദൈവം ഇട്ട പേരൊന്നുമല്ല, നമ്മളൊക്കെ ഇട്ട പേരുകളാണ് അതൊക്കെ. ആ പേര് വരുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെയോ, സ്വർഗത്തിലെ സകലതും ഭൂമിയിലെ സകലതും ഉൾക്കൊള്ളുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൻ്റെ ആ ഒരു കംപ്ലീറ്റ് കുടുംബത്തിന് അങ്ങനെ കുടുംബം എന്നൊരു പേര് വരാൻ കാരണമായ പിതാവ് എന്ന് വെച്ചാൽ, അതാ നമ്മൾ 2-ാം അധ്യായത്തിലും പറഞ്ഞത്, നമ്മൾ ദൈവത്തിൻ്റെ ഭവനക്കാരായി, വീട്ടിലെ അംഗങ്ങളായി, നമ്മളൊരു കുടുംബമായി. ആരൊക്കെ? സ്വർഗത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും കൂടെ, ഈ വിശുദ്ധന്മാരും കൂടെ ആരായി? ഒരു കുടുംബമായി. അതാ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ നേരത്തെ വായിച്ചത്. നമ്മൾ വന്നിരിക്കുന്നത് സ്വർഗത്തിലെ സകല അന്തേവാസികളുടെയും അടുക്കലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ അവരുമായിട്ടൊരു കുടുംബമായിട്ട് മാറി, ഒരു ഹൗസ് ഹോൾഡായിട്ട് മാറി, ഒരു ഭവനക്കാരായിട്ട് മാറി. നോക്കിക്കേ, മുൻപേ ദൈവവുമായിട്ട്, സ്വർഗവുമായിട്ട്, ദൈവിക ഭവനവുമായിട്ട്, ദൈവരാജ്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ അന്യന്മാരും പരദേശികളും എന്നുള്ള സ്റ്റാറ്റസിൽ, നിലവാരത്തിൽ നിന്നിരുന്ന നമ്മെ യേശുവിൻ്റെ മരണത്തിലൂടെ ആ യേശുവിൻ്റെ മരണത്തിൽ നാം വിശ്വസിച്ചതിലൂടെ, യേശുവിൽ നാം ആശ്രയിച്ചതിലൂടെ അവൻ എനിക്കും നിങ്ങൾക്കും ഒരു പുതിയ സ്റ്റാറ്റസ് തന്നു. പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. അപ്പോൾ ആ സ്റ്റാറ്റസ് നോക്കിക്കേ, നമ്മളിതെല്ലാം ഈ ഒരുമിച്ച് ആദ്യം തൊട്ടിങ്ങനെ ചിന്തിച്ചു വരണം. അതായത് നമ്മൾ ഈ 2-ാം അധ്യായത്തിൽ കയറിയത് എവിടുന്നാന്ന് നിങ്ങൾ മറക്കരുത്. എന്താണ്? പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ എന്തൊക്കെ ഉണ്ടായി എന്ന് അവിടെ പറഞ്ഞു. എന്നിട്ട് ആ അളവറ്റ ശക്തി നമ്മിൽ പ്രവർത്തിച്ചപ്പോൾ എന്തുണ്ടായി? നമ്മുടെ സ്റ്റാറ്റസ് മാറി. നമ്മൾ നേരത്തെ അന്യന്മാരും പരദേശികളുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ അന്യന്മാരല്ല, പരദേശികളല്ല, പകരം വിശുദ്ധന്മാരുടെ സഹപൗരന്മാർ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ആ ഒരു പൗരത്വം നമുക്ക് ലഭിച്ചു. സിറ്റിസൺഷിപ്പ്, നാഷണാലിറ്റി നമുക്ക് ലഭിച്ചു. ദ സെക്കൻഡ് തിങ്, 2-ാമത്തെ കാര്യം, നമുക്കൊരു പുതിയ കുടുംബം ലഭിച്ചു. ദൈവവുമായിട്ട്, സ്വർഗത്തിലെ സകല അന്തേവാസികളുമായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും, ഞങ്ങളൊരു കുടുംബമാണ്, ഞങ്ങളൊരു ഭവനമാണ്. ഒരു ദേശീയതയ്ക്കപ്പുറത്ത്, ഒരു നാഷണാലിറ്റിക്കപ്പുറത്ത് ഒരു ഫാമിലി റിലേഷൻഷിപ്പ് നമുക്ക് ലഭിച്ചു. ഇറ്റ് ഈസ് എ ക്ലോസർ വൺ. കൂടുതൽ അടുത്തൊരു ബന്ധമാണ്. ഞാൻ നേരത്തെ വിശദീകരിച്ചു. നാഷണാലിറ്റി അല്ലെങ്കിൽ ദേശീയത എന്ന് പറയുന്നതിനേക്കാൾ ക്ലോസ് ആയിട്ടുള്ളൊരു ബന്ധമാണെന്ത്? ഒരു കുടുംബം എന്ന് പറയുമ്പോൾ വരുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ പ്രിയമുള്ളവരെ, പണ്ട് ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലാതിരുന്ന നമ്മെ ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിഞ്ഞു. ആരിലൂടെ? യേശുവിലൂടെ. ഇതാ മക്കളെ, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ അവകാശവാദം ഇതാണ്: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നോക്കിക്കേ, അപ്പം യേശു നമുക്ക് ദൈവവുമായിട്ട് ഒരു കോമൺ നാഷണാലിറ്റി, ഒരു പൊതു പൗരത്വം മാത്രമല്ല തന്നത്,
എ കോമൺ ഫാമിലി റിലേഷൻഷിപ്പ്, ഒരു പൊതു കുടുംബ ബന്ധം എനിക്കും ദൈവത്തിനുമായിട്ട് തന്നു. ഇപ്പോൾ ദൈവമാരാ? അവൻ എൻ്റെ പിതാവാണ്. ഞാനാരാ? ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമാണ്. മക്കളെ, പിതാവും മക്കളും എന്ന് പറയുന്നത് അതൊരു ദേശീയതയല്ല, അതൊരു പൗരത്വമല്ല, അതൊരു ഫാമിലിയാണ്, അതൊരു കുടുംബമാണ്. നമ്മളിന്നൊരു കുടുംബമാണ്, ദൈവത്തിൻ്റെ കുടുംബം. ദൈവത്തിൻ്റെ കുടുംബം നോക്കിക്കേ, വാട്ട് എ വണ്ടർഫുൾ പൊസിഷൻ that God has given us. ഇത് ഞാൻ പറയുമ്പം ഒറ്റ വാക്യം കൂടെ എൻ്റെ മനസ്സിനകത്തേക്ക് വരുന്നുണ്ട്. ആ വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവുക. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകി, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ. ഒരു രാജ്യത്തിലെ പൗരന്മാർ എന്ന് വിളിക്കപ്പെടാനല്ല, ദൈവത്തിൻ്റെ പ്രജകളെന്ന് വിളിക്കപ്പെടാൻ മാത്രമല്ല. ദൈവരാജ്യത്തിലെ രാജാവ് ദൈവമാണ്. സോ നമുക്കവിടെ പൗരത്വം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആ രാജ്യത്തിലെ പ്രജകളാണ്, സിറ്റിസണാണ്. അതുമാത്രമല്ല, വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ, ദൈവം നമ്മുടെ പിതാവ്. ദാറ്റ് ഈസ് എ ഫാമിലി റിലേഷൻഷിപ്പ്, ഒരു കുടുംബ ബന്ധം എനിക്കും ദൈവത്തിനുമായിട്ട് യേശു മുഖാന്തരമുണ്ടായി. എത്ര വലിയ കാര്യമല്ലേ! ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ്. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ്, ഏറ്റവും വലിയ അനുഗ്രഹം ഇതാണ്. നമ്മുടെ പഴയ സ്റ്റാറ്റസ് മാറ്റി, നമ്മുടെ പഴയ നിലവാരം മാറിയിട്ട് ദൈവം നമുക്കൊരു പുതിയ സ്റ്റാറ്റസ് തന്നു. എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. കർത്താവിന് വെച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് ഇതിൻ്റെ ബാക്കി ചിന്തിക്കാം. നോക്കൂ, ഇനി നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തിനും നിങ്ങളുടെയും ഇടയിൽ ഇത്ര ക്ലോസ് ആയിട്ടുള്ളൊരു ബന്ധം യേശു തന്നിരിക്കുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ലോകത്തിൽ. ദൈവം നിങ്ങളോട് കൂടെ, നിങ്ങൾ ദൈവത്തോട് കൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.